ഇപ്പോൾ 100 kVയുടെ ഒരു ട്രാൻസ്ഫോമറാണ് KCB ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. പാനൽ ബോർഡിലേക്ക് വരുമ്പോൾ ഈ ഒരു പാനൽ ഒരു കോമ്പിനേഷൻ പാനലാണ്. ഈ ഒരു ലോഡിന്റെ നേച്ചർ മനസ്സിലാക്കി ആക്ച്വലി എത്ര ലോഡ് എടുക്കും എന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടുള്ള ജനറേറ്ററിന്റെ സ്പെസിഫിക്കേഷൻ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഇലക്ട്രിക്കൽ വയറിംഗിലേക്ക് നോക്കാമെങ്കിൽ സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റും അതുപോലെ സീലിംഗ് ലൈറ്റും കണക്ട് ചെയ്തിരിക്കുന്നു. ഓണദിനത്തിന് ഓണസദ്യ ഇല്ലാതെ എന്താഘോഷല്ലേ? ഞാനിപ്പം നിൽക്കുന്നത് നമ്മുടെ കോലഞ്ചേരിക്കടുത്ത് 10ാം മൈലിലുള്ള കോക്കനട്ട് റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ ഒരു ഇനാഗ്രേഷൻ്റെ ഒരു റീൽ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഇവിടെ ഒരു 100 kVയുടെ ഇൻസ്റ്റലേഷനാണ് വന്നിരിക്കുന്നത്. 100 kVയുടെ ട്രാൻസ്ഫോമറും അതിൻ്റെ പാനൽ ബോർഡും അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്റ്റലേഷനാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. അതോടൊപ്പം ഇവരുടെ ഈ പുതിയ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകതയും എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളിവിടെ 100 kVയുടെ ഒരു KCBയുടെ ട്രാൻസ്ഫോമറാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് ഒരു 50 kV തൊട്ട് ഉള്ള ലോഡ് റിക്വയർമെൻറ്റ് വരുമ്പോൾ നമുക്ക് നിലവിലുള്ള സപ്ലൈ ലൈനിൽ നിലവിൽ പോയിരിക്കുന്ന LT ലൈനിൽ സപ്ലൈ നമുക്ക് അവിടെ അവൈലബിൾ അല്ലെങ്കിൽ KCB നമ്മളോട് പുതിയ ട്രാൻസ്ഫോമർ വെക്കാൻ പറയും. അപ്പോൾ 100 kVയുടെ ഒരു ട്രാൻസ്ഫോമറാണ് KCB ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, മേലിൽ കൂടി HT ലൈൻ പോയിട്ടില്ല. പക്ഷെ തൊട്ടടുത്തുള്ള HT ലൈനിൽ നിന്ന് കേബിൾ ഇട്ടിട്ടാണ് നമുക്ക് ഈ ട്രാൻസ്ഫോമർ ചാർജ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ജെൻസെറ്റിലേക്ക് വരുമ്പം 58.5 kVയുടെ ജെൻസെറ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ലോഡിൻ്റെ നേച്ചർ മനസ്സിലാക്കി ആക്ച്വലി എത്ര ലോഡ് എടുക്കും എന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടുള്ള ജനറേറ്ററിൻ്റെ സ്പെസിഫിക്കേഷൻ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ജെൻസെറ്റിൻ്റെ റേറ്റിംഗ് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ കൃത്യമായിട്ട് ജെൻസെറ്റ് സെലക്ട് ചെയ്യുക, അതിൻ്റെ ലോഡിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കി മാക്സിമം എത്ര ലോഡ് വർക്ക് ചെയ്യും അതനുസരിച്ചിട്ട് ജെൻസെറ്റ് ഒരു 80% ലോഡ് ചെയ്ത് കംഫർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ വേണം ജനറേറ്റർ സെലക്ട് ചെയ്യാൻ. ഓവർ റേറ്റിംഗ് ആയാലും പ്രശ്നമാണ്, അണ്ടർ റേറ്റിംഗ് ആയാലും പ്രശ്നമാണ്. അണ്ടർ റേറ്റിംഗ് ആയാൽ എപ്പോഴും എഞ്ചിൻ ഇങ്ങനെ ഓവർലോഡായിട്ട് ഫ്യൂൽ കൺസംഷൻ കൂടും. ഓവർ റേറ്റിംഗ് ആയാലും ഈ സെയിം സംഭവം തന്നെ ഫ്യൂൽ കൺസംഷൻ ഒരുപാട് വർദ്ധിക്കുന്നതിന് കാരണമാവും. അപ്പോൾ ജെൻസെറ്റിൻ്റെ സെലക്ഷൻ നമ്മൾ ഏതൊരു പ്രോജക്റ്റിനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ അടുത്ത പാനൽ ബോർഡിലേക്ക് വരുമ്പോൾ ഈ ഒരു പാനൽ ഒരു കോമ്പിനേഷൻ പാനലാണ്. ഒരു 2-3 പാനലുകൾ ഒന്നിച്ച് ചെയ്തിരിക്കുന്നതാണ്. ഒന്നൊരു മീറ്റർ പാനൽ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഇതിൻ്റെ AMF ചെയ്തിട്ടുണ്ട്. സോളാറിനുള്ള പ്രൊവിഷൻ, ഫ്യൂച്ചറിൽ സോളാർ ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള ഒരു 3 phase കണക്ഷനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഒറ്റ പാനലിൽ നമുക്കറിയാം ഒരുപാട് പാനൽ വന്നിട്ടുണ്ടെങ്കിൽ ആ പാനൽ നമ്മൾ ലൂപ്പിങ്ങിനുള്ള കേബിളിനുള്ള പ്രൊവിഷൻ വേറെ ചെയ്യണം, അതുപോലെ സ്പേസ് കൂടുതൽ കണ്ടെത്തണം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് കോമ്പാക്റ്റ് ആയിട്ട് ഒറ്റ പാനലിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കത്തക്ക രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ KCB ഇൻകമർ ഇവിടെ വന്നു. KCB ഇൻകമറിന് ശേഷം അതിൻ്റെ MCCB വഴി ബസ് ബാർ ചാർജ് ചെയ്തിരിക്കുന്നു. ബസ് ബാറിൽ നേരെ സീറ്റിക്കുള്ള പ്രൊവിഷൻ KCB പറയുന്ന പ്രകാരം ബസ് ബാറിനുള്ളിൽ സീറ്റ് കിടത്തക്ക രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. മീറ്ററിൻ്റെ പ്രൊവിഷൻ ഇവിടെ താഴെ സീറ്റിൽ നിന്ന് നേരെ മീറ്ററിലേക്ക് അതിൻ്റെ കണക്ഷൻ കൊടുക്കാൻ പാകത്തിനാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കട്ടൗട്ട് ഫ്യൂസ് വന്നിരിക്കുന്നത്. KCBയുടെ കട്ടൗട്ട് ഫ്യൂസിൽ നിന്ന് നേരെ KCBയുടെ ഔട്ട് ഗോയിങ് ഒരു MCCB വഴി. അതോടൊപ്പം തന്നെ സോളാർ കൊടുക്കണമെങ്കിൽ സോളാർ കൊടുക്കുന്നതിനുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോളാർ മീറ്ററും അതിൻ്റെ സപ്ലൈ കൊടുക്കുന്നതിനുള്ള MCCB, സോളാറിൻ്റെ സപ്ലൈ കൊടുക്കുന്നതിനുള്ള MCCB കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഔട്ട് ഗോയിങ് നേരെ ഒരു കോണ്ടാക്ടർ വഴി വീണ്ടും രണ്ടാമത്തെ ബസ് ബാറിലേക്ക് പോയിരിക്കുകയാണ്. സോളാറും KCBയും തമ്മിൽ നമ്മളിവിടെ കമ്പൈൻ ചെയ്തിരിക്കുന്നു. അതിനുശേഷം അതിൻ്റെ കോമൺ ഔട്ട് ഗോയിങ് വന്നിട്ട് AMFൻ്റെ ഭാഗത്തേക്ക് പോയിരിക്കുന്നു, AMFൻ്റെ ബസ് ബാറിലേക്ക് പോയിരിക്കുന്നു. AMFിലേക്ക് വരുമ്പോൾ ജെൻസെറ്റിൻ്റെ ഇൻകമർ ഇതിലേ വരുന്നു. അപ്പോൾ KCBക്ക് കൺട്രോൾ ചെയ്യാനുള്ള പവർ കോണ്ടാക്റ്റും ജെൻസെറ്റ് കൺട്രോൾ ചെയ്യാനുള്ള പവർ കോണ്ടാക്റ്റും ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ AMFൻ്റെ പോർഷൻ ഈ ഒരു ഭാഗം കൊണ്ട് കഴിയുകയാണ്. AMFൻ്റെ കോമൺ ഔട്ട് ഗോയിങ് SSBയിലേക്ക് പോകാനായിട്ടുള്ള ഒരു ഐസൊലേറ്റർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ഭാഗം AMF വന്നു. ഈ ഒരു ഭാഗം KCB ആൻഡ് സോളാർ സിസ്റ്റം, സീറ്റ്, കട്ടൗട്ട് ഫ്യൂസ് അങ്ങനെയുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് പ്രകാരം ചെയ്തിരിക്കുന്നു. ഇവിടെ വരുമ്പോൾ KCB ഇൻകമർ വന്നു. ഫ്യൂച്ചറിലേക്ക് ഒരു ഔട്ട് ഗോയിങ് കൊടുക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. KCBയുടെ മെയിൻ മീറ്ററും ഇവിടെ കൊടുത്തിരിക്കുന്നു. ഒരു കമ്പൈനായിട്ട് കേബിൾ വർക്ക് ഒത്തിരി കുറയ്ക്കാനായിട്ട് പറ്റും, കസ്റ്റമർക്ക് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. നമ്മൾ ഒരു പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഈ ഇലക്ട്രിക്കലിന് വേണ്ടിയിട്ടുള്ള സ്ഥലം മിക്കവാറും സ്ഥലത്ത് കുറവായിരിക്കും. ഇലക്ട്രിക്കൽ റൂമിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സ്ഥലം, അത് അങ്ങനെ ഒരു സ്ഥലം കുറഞ്ഞ ഒരു പ്രൊജക്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് പാനലെല്ലാം കൂടെ കമ്പൈൻ ആയിട്ട് ചെയ്യുവാണെങ്കിൽ കൂടുതൽ സ്പേസ് ലാഭിക്കാനും പിന്നെ ഫ്യൂച്ചറിൽ വരുന്ന മെയിൻ്റനൻസിലേക്കൊക്കെ വളരെ എളുപ്പം. കാരണം ഒരുപാട് പാനൽ തമ്മിലുള്ള ലൂപ്പിങ്ങും കേബിളൊക്കെ കൂടുമ്പോൾ അതിൻ്റെ ടെർമിനേഷനും അതിൻ്റെ ജോയിൻ്റൊക്കെ എണ്ണം വർദ്ധിക്കുകയാണ്. അതെല്ലാം നമ്മൾ റിജിഡ് ബസ് ബാർ വഴിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഫ്യൂച്ചർ മെയിൻ്റനൻസ് ഫ്രീ ആയിട്ട് നമുക്കിത് കൊണ്ടുപോകാനും വളരെ കാലം സുരക്ഷിതമായിട്ടിരിക്കുന്നതിനും കാരണമാവും ഈ രീതിയിലുള്ളൊരു സേഫ് ആയിട്ടുള്ള ഡിസൈൻ. ഓക്കെ, നമ്മൾ ഹോട്ടലിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. വളരെ അത്യാധുനികമായ സംവിധാനത്തിലാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്, സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നത്. ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും
അറേഞ്ച്മെന്റ്സിന്റെ കാര്യത്തിനാണല്ലോ. നമ്മൾ ഇലക്ട്രിക്കൽ വയറിങ്ങിലേക്ക് നോക്കാമെങ്കിൽ സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റും അതുപോലെ സീലിംഗ് ലൈറ്റും കണക്ട് ചെയ്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ വെർട്ടിക്കൽ ഡി ബിയും അതുപോലെ ലൈറ്റ് ഡി ബിയും കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പവറും ലൈറ്റും കൂടെ വരുമ്പോൾ പവർ കണക്ഷൻ സെപ്പറേറ്റ്, ലൈറ്റ് കണക്ഷൻ സെപ്പറേറ്റ് കൊടുക്കണം. കാരണം പവർ ലൈറ്റും കൂടെ ഒരു ഡി ബിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പവറിൽ എവിടെയെങ്കിലും ഒരു ഫാൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ലൈറ്റും പോകുന്നതിന് കാരണമാവും. നമ്മളവിടെ പവറിന് വേണ്ടിയിട്ട് വെർട്ടിക്കൽ ഡി ബി, ലൈറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എൽ ഡി ബി കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ മൊത്തത്തിൽ ഈ അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം കൊണ്ട് നമുക്ക് ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു വളരെ എനർജറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഫുഡും വളരെ ടേസ്റ്റിയാണ്. ഞാൻ ഫുഡ് കഴിച്ചു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാനേജറോട് ചോദിക്കാം എന്താണ് നമ്മുടെ ഹോട്ടലിൻ്റെ പ്രത്യേകത. കാരണം നമ്മൾ പലപ്പോഴും ഞാൻ കൊച്ചിയിൽ നിന്ന് തൊടുപുഴയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ പലപ്പോഴും ഈ ഒരു ഗ്യാപ്പിൽ കോലഞ്ചേരി ആ ഭാഗത്ത് നല്ല ഫുഡ് റോഡ് സൈഡിൽ കിട്ടാനുള്ള ഒരു സൗകര്യം വളരെ കുറവാണ്. അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ടാണ് നമ്മുടെ കോക്കനട്ട് റെസ്റ്റോറൻറ്റ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം. സാർ, എന്തൊക്കെയാണ് നിങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? എന്തൊക്കെ ഫെസിലിറ്റീസാണ് കസ്റ്റമേഴ്സിന്? ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ മൾട്ടി കുസൈൻ റെസ്റ്റോറൻ്റ് ആണ്. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, തന്തൂർ ഐറ്റംസ് ആണ് നമ്മൾ കൂടുതലും ഇവിടെ ഇത് ചെയ്യുക. നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ലൊരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള നോർത്ത് ഇന്ത്യൻ ഡിഷുകളും നമ്മളിവിടെ സെർവ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ 2 റെസ്റ്റോറൻറ്റാണ്. മുകളിലത്തെ നിലയിൽ ഏകദേശം 110 കവറോളമുള്ള ഒരു AC റെസ്റ്റോറൻറ്റും താഴത്തെ നിലയിൽ 65 സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഒരു നോൺ AC റെസ്റ്റോറൻറ്റും. അതാണ് നമ്മളുടെ ഇത്. പിന്നെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഇതാണ് നമ്മളുടെ ആ ഒരു പാർക്കിംഗ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ്. തീർച്ചയായും വിശാലമായ പാർക്കിംഗ് കസ്റ്റമേഴ്സിന് വന്നാലും പാർക്ക് ചെയ്ത് സന്തോഷമായിട്ട് ഫുഡ് കഴിച്ച് പോകാനായിട്ട് വരും. ഞങ്ങൾ ഒരു സൊല്യൂഷനാണ് ഈ ഹോട്ടൽ യാത്ര ചെയ്ത് വരുന്നത്. താങ്ക് യു സാർ. നമുക്ക് ഇനി അടുത്ത് നമുക്ക് ഷെഫിനോട് തന്നെ ചോദിക്കാം. ഇതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ആള് നമുക്കറിയാം, എല്ലാ ഹോട്ടലിന്റെ ഷെഫാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കാം എന്തൊക്കെ ടേസ്റ്റ്, എന്തൊക്കെ വിഭവങ്ങളാണ് ഇവിടെ കൊടുക്കുന്നതെന്ന് നമുക്ക് ഷെഫിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. സാർ, എന്തൊക്കെയാണ് നമുക്ക് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ ഓതൻറ്റിക് ആയിട്ടുള്ള ഫുഡുകളാണ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിനായിട്ട് തണ്ടൂർ, ചൈനീസ്, നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, ഓതൻറ്റിക് ആയിട്ടുള്ള ഫുഡുകൾ. അതായത് നമ്മൾ തന്നെ മസാല, നമ്മൾ തന്നെ നമ്മുടേതായ ടേസ്റ്റുകളിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മെയിനായിട്ടുള്ള ചലഞ്ച്. അത് നമ്മളിപ്പോൾ ഒരു 90% നമ്മളത് അച്ചീവ് ആകുന്നുണ്ട്. അപ്പോൾ മേലും നല്ല രീതിയിലുള്ള ഫുഡുകൾ കൊടുക്കാൻ നമ്മുടെ സെൽഫായിട്ടുള്ള മസാല. അതെ അതെ. അപ്പോൾ മറ്റു ഹോട്ടലിൽ നിന്നുള്ള ഒരു വ്യത്യസ്തത നമ്മൾ എപ്പോഴും നമ്മളതായിട്ട് കാണിക്കുന്നുണ്ട്, ഓൺ ടേസ്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, വളരെ സന്തോഷം. ഇങ്ങനൊരു പുതിയ ഹോട്ടൽ ഇവിടെ വന്നു. നമുക്ക് ഈ ഹോട്ടലിന്റെ മറ്റൊരു ഷെഫിനെയും കൂടെ പരിചയപ്പെടാം. അദ്ദേഹത്തിന് കൂടുതലായിട്ട് എന്നാ പറയാനുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ട്രഡീഷണൽ ഫുഡുകളാണ് നമ്മൾ കൂടുതലായിട്ട് സെർവ് ചെയ്യുന്നത്. അത് സൗത്ത് ഇന്ത്യൻ ട്രഡീഷണൽ ഫുഡുകളാണ്. നോർമൽ നമ്മുടെ വീട്ടിൽ കിട്ടാവുന്ന എല്ലാ മസാലയും പൊടിപ്പിച്ച് യൂസ് ചെയ്യുന്ന മസാലകളാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. എല്ലാം വീട്ടിൽ നമ്മൾ പൊടിച്ചെടുക്കാവുന്ന രീതിയിലുള്ള മസാലകൾ മാക്സിമം എല്ലാ പൊടികളും, ചില്ലി പൗഡർ ആയാലും കൊറിയാണ്ടർ പൗഡർ ആയാലും ടെർമറിക് ആയാലും മാക്സിമം നമ്മൾ പൊടിച്ച് യൂസ് ചെയ്യുന്നത്. ട്രഡീഷണൽ നമ്മൾ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു മായം ചേർക്കാത്ത ഫുഡ് കൊടുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ. അപ്പം നിങ്ങൾ ഈ വഴി യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ടേസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കോലഞ്ചേരി കഴിഞ്ഞ് ചൂണ്ടിക്ക് മുമ്പ് 10 മൈൽ ജംഗ്ഷന് തൊട്ട് മുമ്പ് ഇട സൈഡിലായിട്ടാണ് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓണദിനത്തിന് ഓണസദ്യ ഇല്ലാതെ എന്ത് ആഘോഷമല്ലേ? അപ്പൊ നിങ്ങൾക്കും ഓണസദ്യ വേണമെന്നുണ്ടെങ്കിൽ ദ കോക്കനട്ട് റെസ്റ്റോറന്റിലേക്ക് ഓടിപ്പോന്നോട്ടോ.